നമസ്കാരം. ഒരു നാൾ മാരാർ സാർ പറഞ്ഞു, പരമേശ്വര, വെറുതെ ഇവിടെ വന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഫോട്ടോ എടുക്കാനൊക്കെ പഠിക്കും, ഞാൻ പഠിപ്പിച്ചു തരാം. ഡാർക്ക് റൂമിൽ കയറി നെഗറ്റീവ് ഡെവലപ്പ് ചെയ്യാനും പ്രിൻ്റ് അടിക്കാനും ഒക്കെ പഠിക്കും, അത് ഞാൻ പഠിപ്പിച്ചു തരാം. വെറുതെ സമയം കളയരുതേ. നാളെ ചിലപ്പോൾ ഇതുകൊണ്ടാകും പരമേശ്വരൻ്റെ ജീവിതം എന്ന് ആര് കണ്ടു എന്ന് അദ്ദേഹം ചോദിച്ചു. അങ്ങനെ ഒരു രസത്തിന് പഠിച്ച പണിയായിരുന്നു ഫോട്ടോ എടുക്കലും പ്രിൻ്റ് അടിക്കലും. പക്ഷേ എന്തുകൊണ്ടോ പരമോണം പെട്ടെന്ന് പണി പഠിച്ചു എന്ന് മാത്രമല്ല, ആ പ്രിൻ്റുകൾക്കൊക്കെ ഒരു ജീവനുള്ളതുപോലെ തോന്നി. പരമോനോട് മാരാർ, ആരും പറയാത്തതാണ്, പക്ഷേ മാരാർ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഒരു സ്റ്റുഡിയോ തട്ടിക്കൂട്ട്, നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫിയിൽ നല്ല വാസനയുണ്ട്, വിജയിക്കും, ഉറപ്പായിട്ട് വിജയിക്കും, ആ സ്റ്റുഡിയോ വിജയിക്കും. ഈ സിനിമാറ്റോഗ്രാഫി എന്നാലോചിച്ച് വെറുതെ സമയം പഴക്കി കളയണ്ട നിങ്ങൾ. ശരിയാണല്ലോ അദ്ദേഹം പറയുന്നത് എന്ന് ഇദ്ദേഹത്തിനും തോന്നി. എവിടെ തുടങ്ങും സ്റ്റുഡിയോ എന്നായി പരമു. തിരുനെൽവേലിയിൽ തന്നെ മതിയെന്ന് മാരാർ ഉറപ്പിച്ച് പറഞ്ഞു. ആരെങ്കിലും പറയുമോ എൻ്റെ സ്റ്റുഡിയോയ്ക്ക് പാര വയ്ക്കാൻ നീ ഇവിടെ തന്നെ തുടങ്ങുമെന്ന് പറയില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞു, നീ തിരുനെൽവേലിയിൽ തന്നെ തുടങ്ങും, ടൗണിലോ ജംഗ്ഷനിലോ നമുക്കൊരിടം സംഘടിപ്പിക്കാം, ക്രമേണ വർക്കുകൾ വരും, ഉറപ്പായിട്ട് വരും. അത് വേണ്ട എന്നായി പരമോണ്ണൻ. അതെന്താ, ഞാനിവിടെ അടുത്തുള്ളത് പരമന് ഗുണമല്ലേ എന്ന് ചോദിച്ചു. അത് വേണ്ട, എന്നാൽ പിന്നെ കേരളത്തിലേക്ക് വിട്. പാലക്കാട് നല്ല സ്ഥലമാണ്, കോഴിക്കോടും തൃശ്ശൂരും കൊള്ളാം, ഇതൊന്നും പോരെങ്കിൽ എറണാകുളവും കൊള്ളാം എന്ന് മാരാർ പറഞ്ഞു. അത് തപ്പാനായി അദ്ദേഹം ഇങ്ങനെ ആലോചിച്ച്, ഏത് വേണം, കോഴിക്കോട് വേണോ, പാലക്കാട് വേണോ, തൃശ്ശൂർ വേണോ, എറണാകുളം വേണോ എന്നിങ്ങനെ മനസ്സിലിട്ട് ആലോചിച്ചു. അപ്പോൾ തൃശ്ശൂരിനെ പറ്റി ആരൊക്കെയോ പറഞ്ഞൊരു ചിത്രം ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. കേരളത്തിലാണ് സ്റ്റുഡിയോ തുടങ്ങുന്നതെങ്കിൽ തൃശ്ശൂർ മതി എന്ന് മനസ്സ് പറയും പോലെ തോന്നി. തൃശ്ശൂരിനെ പറ്റി പരമോണ്ണം വിലയിരുത്തുന്നത്, അപരിചിതരായ ആര് തൃശ്ശൂർ മണ്ണിൽ കാലുകുത്തിയാലും എതിരെ വരുന്ന ആൾക്കാർ ഒരു ചെറു പുഞ്ചിരി സമ്മാനിക്കും, മറ്റൊരു ജില്ലയിലും അതില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ തൃശ്ശൂർ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ ഞാനിത് പരീക്ഷിച്ച് നോക്കിയിട്ടില്ല. ഏത് അപരിചിതനെ കണ്ടാലും തൃശ്ശൂരുകാരൊരു പുഞ്ചിരി ഫ്രീ ആയിട്ട് കൊടുക്കുമെന്നാണ് പറയുന്നത്. യവൻ എവിടെ നിന്ന് കുറ്റിയും പറിച്ചുകൊണ്ട് വന്നവനാണ്ട എന്ന ഭാവമേ തൃശ്ശൂർകാർ കാട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മുന്നിൽ കണ്ട ചിലരോട് ഇവിടെ എവിടെയെങ്കിലും കുറച്ച് സ്ഥലം വാടകയ്ക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് പരമണ്ണം തിരക്കി. ഇങ്ങനെ പലരോടും ചോദിച്ചപ്പോൾ അതിലൊരാൾ ചോദിച്ചു, സ്ഥലം എന്തിനു വേണ്ടിയാ? ഫോട്ടോ സ്റ്റുഡിയോ തുടങ്ങാൻ വേണ്ടിയാ. പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു, 5 വിളക്കിൻ്റെ അവിടെ ഒരു സ്ഥലം ഒഴിഞ്ഞു കിടന്നിരുന്നത് എനിക്കറിയാം. ഒരു കെട്ടിടത്തിൻ്റെ മേളിലാണ്, മാടി എന്ന് പറയും, മാടിയിലാണ്. നിങ്ങളവിടെ പോയെന്ന് അന്വേഷിക്കുക, ചിലപ്പോൾ അത് പോയിട്ടുണ്ടാകാം, എന്നാലും തിരക്കി നോക്ക്. 5 വിളക്കിലെത്തി പരമോണ്ണ അന്വേഷിച്ചു, ഇങ്ങനെ മേളിലത്തെ നില ഒഴിഞ്ഞു കിടക്കുന്ന സ്റ്റുഡിയോയ്ക്ക് പറ്റിയൊരു സ്ഥലമുള്ളത് എവിടെയെന്ന്. തിരക്കില്ലാത്ത ഒരിടത്താണ് ഈ കെട്ടിടം നിൽക്കുന്നത്. ഒരു സ്വർണ്ണപ്പണിക്കാരൻ്റെ കടയുടെ മുകൾ നില അടച്ചിട്ടിരിക്കുന്നു, അതാണ് വാടകയ്ക്ക് കൊടുക്കാനിട്ടിരിക്കുന്നത്. അയാൾ മേളിലെ കടമുറി തുറന്ന് കാണിച്ചു. ശോഭന പരമേശ്വരൻ നായർക്ക്, അല്ലെങ്കിൽ ശോഭന സ്റ്റുഡിയോയ്ക്കായി ആരോ റെഡിയാക്കി ഇട്ട മാതിരിയുണ്ട് ആ സ്ഥലം. വലിയ കാശ് മുടക്കില്ലാതെ സ്റ്റുഡിയോ ആയി റെഡിയാക്കി എടുക്കാം. എന്താകും വാടക എന്ന് ചോദിച്ചു. അത് ഉടമസ്ഥയോട് തന്നെ ചോദിക്കണം. കിഴക്കേക്കോട്ടയിലാണ് അവർ താമസിക്കുന്നത്. എൻജിനീയറായ ഭർത്താവ് അടുത്തിടെ മരിച്ചുപോയി. 2 ആൺമക്കളാണ്. ഇവിടെ ഇപ്പോൾ അവർ മാത്രമേ ഉള്ളൂ, 2 പേരും വിദേശത്താണ്. ചെന്നു കണ്ടു, സംസാരിച്ചു. 60 രൂപ മാസ വാടക, 3 മാസത്തെ അഡ്വാൻസ്, 180 രൂപ അഡ്വാൻസ് കൊടുക്കണം, ഉറപ്പിച്ചു. സ്വർണ്ണപ്പണിക്കാരൻ്റെ പേര് കുഞ്ഞിപ്പാലു. ഏതോ ഒരു പടത്തിൽ ഇന്നസെൻ്റെ പേര് കുഞ്ഞിപ്പാലു എന്നാണ്. ഈ 2ാം നിലയിൽ എന്തിനാണ് ഇങ്ങനെയൊക്കെ അടച്ചിട്ടിരിക്കുന്നത് എന്ന്
കുഞ്ഞിപ്പാലുവിനോട് ചോദിക്കും മുമ്പ് തന്നെ കുഞ്ഞിപ്പാലു പരമോണ്ണനോട് വിശദമാക്കി. ഒരു ബാങ്കുകാർ വാടകയ്ക്കെടുത്തു. ബാങ്കുകാർ തന്നെ ചില മാറ്റങ്ങളൊക്കെ നടത്തി. വാടക സംബന്ധമായ എന്തോ ചില പ്രശ്നങ്ങൾ വന്നു. അങ്ങനെ വാടക കരാർ എഴുതാനുള്ള ഘട്ടം വരെ എത്തിയിട്ടാണ് അത് മാറിപ്പോയത്. ഇതിനേക്കാൾ വലിയൊരു സ്ഥലം കിട്ടിയപ്പോൾ ബാങ്കുകാർ ഇതങ്ങ് ഇട്ടേച്ച് പോയി. പിന്നെ ആവശ്യക്കാരും വന്നില്ല. എനിക്ക് വേണ്ടി ഇങ്ങനെ കാത്തു കിടന്നതാകും ഈ മട്ടുപ്പാവ് എന്ന് പരമോണ്ണൻ വിശ്വസിച്ചു. ഒരാഴ്ചയ്ക്കകം പരമോണ്ണൻ മടങ്ങി വന്നു. അഡ്വാൻസ് അങ്ങനെ മടങ്ങി വരുമ്പോൾ നിങ്ങൾക്ക് അഡ്വാൻസ് തരാം, ഇനി ആർക്കും ഇത് കൊടുക്കണ്ട, ഞാൻ എടുക്കുന്നു, ഞാൻ തിരുനെൽവേലിയിൽ പോയിട്ട് ഒരാഴ്ചയ്ക്കകം മടങ്ങി വരാം എന്ന് അദ്ദേഹം പറഞ്ഞു. സ്റ്റുഡിയോ തുടങ്ങാനുള്ള കാശ് ചേട്ടൻ വളരെ മുമ്പേ ഏറ്റിരുന്നു. മാരോരോടും ചെന്ന് കാര്യം പറഞ്ഞു. പിറ്റേ മാസം സ്റ്റുഡിയോ തുറന്നു. പിന്നെയാണ് പരമോണ്ണൻ അറിയുന്നത് ഈ സ്റ്റുഡിയോ സ്ഥലത്ത് ഒരു പ്രസിദ്ധീകരണശാലയായിരുന്നു. ഭാരതവിലാസം പ്രസ്, രാമായണവും മഹാഭാരതവും ഒക്കെ അടിച്ചിറക്കിയിരുന്ന പ്രസ്സായിരുന്നു ഈ സ്റ്റുഡിയോയ്ക്കായി എടുത്ത സ്ഥലം പണ്ട്. മാളിയമ്മാവ് ലോന എന്നായിരുന്നു ആ സ്ഥാപനത്തിൻ്റെ ഉടമയുടെ പേര്. അവർ ഈ സ്ഥലം വിറ്റപ്പോൾ ജോർജ് എന്നൊരു എഞ്ചിനീയർ വാങ്ങി. താഴെ നിരനിരയായി കടകൾ, മേളിൽ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ. പ്രസ് കിടന്ന ഇടത്താണ് സ്റ്റുഡിയോ ആയി മാറിയത്. സ്റ്റുഡിയോ ഉദ്ഘാടനത്തിന് തിരുനെൽവേലിയിൽ നിന്ന് തനിക്ക് ജീവിത വഴി കാണിച്ചു തന്ന NP മാരാരെയും ജ്യേഷ്ഠനെയും ഒക്കെ ക്ഷണിച്ചു കൊണ്ടുവന്നു. സ്റ്റുഡിയോയിൽ തന്നെ പരമോണ്ണൻ താമസം. രാവിലെ പാറമേക്കാവ് ക്ഷേത്രക്കുളത്തിൽ കുളിച്ച് ദേവിയെ തൊഴുതു വന്ന് സ്റ്റുഡിയോ തുറക്കും. ഇന്ന് ആരെങ്കിലുമൊക്കെ ഫോട്ടോ എടുക്കാൻ വരണേന്ന് മാത്രം പ്രാർത്ഥിക്കും. പല ദിവസങ്ങളിലും ആരും വന്നില്ല. വരുന്നവർ റേറ്റൊക്കെ ചോദിച്ചിട്ട് പിന്നെ വരാമേ എന്ന് പറഞ്ഞിട്ട് മുങ്ങും. ആദ്യമായി ശോഭന സ്റ്റുഡിയോയിൽ ഫോട്ടോ എടുക്കാൻ വന്നയാളും പരമോണ്ണന് നല്ല നിശ്ചയമാണ് മരിക്കുന്നതുവരെ. ഒരു നാൾ ഉച്ചയൂണ് കഴിക്കാനായി പരമോണ്ണൻ ഇറങ്ങി സ്റ്റുഡിയോയിൽ നിന്ന്. സ്റ്റുഡിയോയുടെ അടുത്തുള്ള സ്ഥാപനത്തിലെ ഒരു പയ്യനോട് സ്റ്റുഡിയോ ഒന്ന് നോക്കിക്കൊള്ളാൻ ഏർപ്പാടാക്കിയിട്ടാണ് പരമോണ്ണൻ ഉണ്ണാൻ പോയത്. മടങ്ങി വരുമ്പോൾ കഴുത്തിൽ രുദ്രാക്ഷ മാലയൊക്കെ ഇട്ട് ഒരാൾ കാത്തിരിക്കുന്നു. ശബരിമലയ്ക്ക് മാലയിട്ട ഭക്തനാണ്. സ്റ്റുഡിയോ ഓണർ ഊണ് കഴിക്കാൻ പോയി എന്ന് പയ്യൻ പറഞ്ഞപ്പോൾ എന്നാൽ ഇഷ്ടം വരട്ടെ എന്ന് പറഞ്ഞ് അയാളോട് കുത്തിയിരിക്കുകയായിരുന്നു. തൊട്ടടുത്ത് ജോസ് സ്റ്റുഡിയോ ഉണ്ട്, ദാമോദർ സ്റ്റുഡിയോ ഉണ്ട്, കൃഷ്ണൻ നായർ സ്റ്റുഡിയോ ഉണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും ശോഭന സ്റ്റുഡിയോയിൽ തന്നെ ഫോട്ടോ എടുക്കാനായിട്ട് ആ സ്വാമി കാത്തിരിക്കുകയായിരുന്നു. ദൈവത്തിനെയൊക്കെ നന്നായി വിളിച്ചിട്ട് ശോഭന സ്റ്റുഡിയോയിലെ ആദ്യ ഫോട്ടോ പരമോണ്ണൻ എടുത്തു. ഡാർക്ക് റൂമിൽ കയറി ഡെവലപ്പ് ചെയ്ത് നെഗറ്റീവിൽ നോക്കിയപ്പോൾ നല്ല മുട്ടായി പോലുള്ള നെഗറ്റീവ്. പ്രിൻ്റ് അടിച്ചപ്പോൾ അത് അതിനേക്കാളും മനോഹരം. എന്താ ഇത്രയും നേരം എന്നെ കാത്തിരുന്നതെന്ന് ഫോട്ടോയുടെ പ്രിൻ്റ് കൊടുത്തുകൊണ്ട് പരമോണ്ണൻ തിരക്കി വന്ന ആളിനോട്. ഇവിടെ വന്ന് കയറിയപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു ഇവിടെ ഫോട്ടോ എടുത്താൽ മതിയെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കയറി കുത്തിയിരുന്നത്. സ്റ്റുഡിയോ തുടങ്ങിയിട്ട് ആദ്യമായി എനിക്ക് കിട്ടിയ വർക്കാണ്. താങ്കളാണ് എനിക്ക് ബില്ലെഴുതി കാശ് തരുന്നത്. അതും ആദ്യമാണ്. ആദ്യത്തെ ഓർഡർ കിട്ടിയതുപോലെ ബില്ലെഴുതി കൊടുത്തു. ആ തുടക്കം വലിയ വിജയത്തിലേക്ക് നീങ്ങി. ഇവിടം കൊണ്ട് ഞാൻ ജീവിക്കുമെന്ന് പരമോണ്ണൻ്റെ മനസ്സ് പറഞ്ഞു. കൊച്ചു കൊച്ചു ബിസിനസ്സുകളും LIC ഏജൻറ്റും നല്ല ആൾബലവുമുള്ള ഒരു AC ജോർജ് യാദൃച്ഛ്യമായി പരമോണ്ണനുമായി പരിചിതനായി. മിക്കവാറും ദിവസം AC ജോർജ് ശോഭന സ്റ്റുഡിയോയിൽ വന്നിരിക്കും. LIC ഏജൻ്റ് ആകുമ്പോൾ ഒരുപാട് പരിചിതർ ഉണ്ടാവുക സ്വാഭാവികം. അവരോടൊക്കെ ശോഭനയിൽ പോയി പടമെടുക്കാൻ AC ജോർജ് ശുപാർശ ചെയ്യുമായിരുന്നു. നമ്മുടെ ഫ്രണ്ടാണ് എന്ന് ഉറപ്പിച്ച് പറയും. ജോസ് തിയേറ്ററിൻ്റെ മുന്നിൽ സിനിമാ കഫേ, അതും സിനിമയാണ് കേട്ടോ, സിനിമാ കഫേ എന്നൊരു ഹോട്ടലുണ്ടായിരുന്നു. അവിടെയാണ് പരമോണ്ണൻ്റെ കാപ്പി കൂടി. ഒരു നാൾ സിനിമാ കഫേയിൽ ആഹാരം കഴിക്കാൻ രാത്രി ചെല്ലുമ്പോൾ അവിടെ AC ജോർജ് ഒരാളുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. പറയാൻ വിട്ടു, പരമോണ്ണനോടൊപ്പം
ചിറയൻകീഴുകാരനായ ഒരു ചെല്ലപ്പണ്ണൻ കൂടി അന്ന് കൂടെ ഉണ്ടായിരുന്നു. ചെല്ലപ്പണ്ണൻ കോയമ്പത്തൂർ പക്ഷിരാജ സ്റ്റുഡിയോയിൽ പോയിട്ട് മടങ്ങി വരുന്ന വരവാണ്. ഒരു സന്ധ്യ നേരത്ത് പക്ഷിരാജയിൽ പോയിട്ട് തിരിച്ചു വന്നതാണ്. ചിറയൻകീഴുകാരൻ ചെല്ലപ്പണ്ണൻ കോയമ്പത്തൂർ പോയിട്ട് തൃശ്ശൂരിലിറങ്ങി പരമുവിൻ്റെ സ്റ്റുഡിയോ തേടിപ്പിടിച്ച് വന്നതാണ്. അപ്പോൾ വരവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് തിരക്കി. പക്ഷിരാജ സ്റ്റുഡിയോയിൽ ബാദൽ എന്ന ഹിന്ദി സിനിമ മലയാളത്തിലാക്കുന്ന അല്ലെങ്കിൽ മലയാളം പറയുന്നതാക്കുന്ന പണികൾ നടക്കുകയാണ്. മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തുന്നത് മുൻഷി പരമുള്ള സാറാണ്. അതിലൊരു വേഷത്തിന് ചെല്ലപ്പണ്ണൻ്റെ ശബ്ദം ടെസ്റ്റ് ചെയ്യാനായി മുൻഷി വിളിച്ചു വരുത്തിയതാണ് കോയമ്പത്തൂരിലേക്ക്. 2 ആഴ്ച കഴിഞ്ഞ് വിളിക്കും, വിവരം അപ്പോൾ അറിയിക്കാം എന്ന് പറഞ്ഞു. കോയമ്പത്തൂരിലേക്ക് ചിറയൻകീഴിൽ നിന്ന് എത്തുക ശ്രമകരമാണ്. തൃശ്ശൂരുള്ള ശോഭന സ്റ്റുഡിയോയിലേക്ക് കത്തിട്ടാൽ മതി എന്ന് പറഞ്ഞ് വിലാസവും കൊടുത്തിട്ടാണ് ഈ സന്ധ്യാനേരത്തുള്ള വരവ്. അങ്ങനെ ഇരുവരും കൂടി സിനിമാ കഫയിലേക്ക് ചെല്ലുമ്പോഴാണ് AC ജോർജും മറ്റൊരാളും സംസാരിച്ച് നിൽക്കുന്നത് കാണുന്നത്. ഈ മറ്റേ ആളെ ചെല്ലപ്പണ്ണൻ അറിയാം. കണ്ട മാത്രമേ തന്നെ ചെല്ലപ്പണ്ണൻ ഹലോ പറഞ്ഞു. ആ അപരിചിതനായ മനുഷ്യനും ഹലോ പറഞ്ഞു. അവർ രണ്ടുപേരും കൂടെ സംസാരിക്കുക തുടങ്ങി. എപ്പോഴെത്തി ഇവിടെ? ഇപ്പോൾ എത്തിയതേ ഉള്ളൂ. ഇതെൻ്റെ ഫ്രണ്ടാണ് AC ജോർജ്. ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ്. കൂടെയുള്ള ആളെ നോക്കിയിട്ട് ആ തടിച്ച അപരിചിതൻ തിരക്കി, ഇതാരാ? ശോഭന പരമേശ്വരൻ നേരെ ചോദിക്കണം, ഇതാരാന്ന്. ഇതെൻ്റെ നാട്ടുകാരൻ, എൻ്റെ ഒരു അനിയൻ എന്ന് പറയാം. ഇവിടെ ഒരു ഫോട്ടോ സ്റ്റുഡിയോ തുടങ്ങി, ശോഭന സ്റ്റുഡിയോ. ഇവിടെ അന്തിവിളക്കിൽ. അത് ശരി, എന്നാൽ വായോ നമുക്കൊന്നിച്ച് ഭക്ഷണം കഴിക്കാമെന്നായി ആ പരിചിതൻ. ഭക്ഷണം കഴിച്ചു. 4 പേർ സംഘം പുറത്തേക്ക് നടന്നു. രാഗം തിയേറ്ററിൻ്റെ സൈഡിലൂടെയുള്ള ഇടവഴിയിലൂടെ AC ജോർജിൻ്റെ മുറിയിലേക്കാണ് യാത്ര. കുറേ നേരം അവിടെ ഇരുന്ന് ആ മുറിയിലിരുന്ന് കുശലങ്ങൾ പറഞ്ഞു. നാളെ ജോർജിനൊപ്പം സ്റ്റുഡിയോയിലേക്ക് വരാമെന്ന് ആ തടിയൻ പറഞ്ഞു പിരിഞ്ഞു. മടക്കത്തിൽ ചെല്ലപ്പണ്ണനോട് പരമോണ്ണൻ തിരക്കി, ആരാ കക്ഷിയത്? പരമോന് അറിയാമെന്നാണ് ഞാൻ കരുതിയത്. സൗണ്ട് എന്ന് പറഞ്ഞ സിനിമ മാസിക നീ വായിച്ചിട്ടില്ലേ? ഉണ്ട്. ആ സൗണ്ട് സിനിമ മാസികയുടെ പത്രാധിപരാണ്. ഇപ്പോൾ ഒരു സിനിമ സംവിധാനം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. പേര് രാമു കാര്യട്ടെന്നാണ് അറിയപ്പെടുന്നത്. അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചു. വീട്ടിൽ അമ്മയും മോനും മാത്രം. സിനിമയാണ് മനസ്സ് മുഴുവൻ. ചേറ്റുവക്കാരനാണ് കേട്ടോ. ശോഭന പരമേശ്വരൻ നായരുടെ മനസ്സിൽ ഒരു കുളിർമഴ പെയ്തു. ഒരു ഛായാഗ്രാഹകനാകാൻ നടന്നു, ഒന്നും സംഭവിച്ചില്ല. സിനിമ മോഹം ഉപേക്ഷിച്ചില്ല. ജീവിക്കാനായി ഒരു സ്റ്റുഡിയോയും വിട്ട് അറിയാത്ത നഗരത്തിൽ ഒതുങ്ങിക്കൂടുമ്പോൾ ഒരു സിനിമാ മോഹി തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. പിറ്റേന്നും കാര്യാട്ട് സംഘവും വന്നു. ഊണ് കഴിച്ചു. ഓരോരുത്തരായി പിരിഞ്ഞു. കാര്യാട്ട് മാത്രം ശോഭന സ്റ്റുഡിയോയിലിരുന്നു. ആ ഇരിപ്പ് പിന്നെ പതിവായി മാറി. പരമോണ്ണനും രാമുവും ഉറ്റ ചങ്ങാതിമാരായി മാറി. അവിടെ മുതൽ ആ ബന്ധം നീലക്കുയിൽ എത്തിച്ചത് മുതലുള്ള കഥ ഇനി ഒരിക്കൽ പറയാം. നീലക്കുയിലാണല്ലോ പരമോണ്ണൻ ആദ്യമായിട്ട് സ്റ്റിൽ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ നിശ്ചല ഛായാഗ്രഹണം നടത്തിയ ആദ്യത്തെ സിനിമ. അത് സംവിധാനം ചെയ്തത് പി ഭാസ്കരൻ മാഷും രാമു കാര്യട്ടും കൂടിയാണല്ലോ. അവിടുന്ന് ശോഭന പരമേശ്വരൻ നായർ എന്ന് പറഞ്ഞ സിനിമാക്കാരൻ ജനിക്കുകയായിരുന്നു. അതിൻ്റെ ബാക്കി വിശേഷങ്ങൾ ഒരുപാടുണ്ട് പറയാൻ. ഒരുപാട് കാര്യങ്ങൾ പരമേശ്വരൻ നായരെക്കുറിച്ച് പറയാനുണ്ട്. പ്രിയപ്പെട്ട ശോഭന പരമേശ്വരൻ നായരെക്കുറിച്ചുള്ള ബാക്കി കഥ ഇനി ഒരിക്കൽ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് രാമു കാര്യട്ടിൻ്റെ കഥ നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് തൽക്കാലം ഇവിടെ വെച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം.